ആരാ? ഞാൻ ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ പേര് ജോസഫ്. രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ? അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ അച്ചോ? പെണ്ടൊരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ചു കരയ്ക്ക് കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാ രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണോ അച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ 2 കൊലകളുടെയും പുറകിൽ ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. നമുക്ക് അങ്ങോട്ട് പോച്ചാ? പോവാം. ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളെയാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരൂ. ഇത് തന്നെയാണ്. സോറി. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല. പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കനവന് മുൻപില്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി. മന്ത്രിയുടെ ചെറുവിരലൊന്ന് മുറിഞ്ഞു. അതിന് DYSP ആയിരുന്നു എന്നെ ചവിട്ടി CI ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസം ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസ്. അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡ് പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമായല്ലോ സാർ. എന്തബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് 2 പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളെ. എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്.